ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ജാനുവരി 25 വ്യാഴാഴ്ച ദിവസം തൈപ്പൂയമാണ്. അപ്പോൾ നമുക്ക് തൈപ്പൂയ ദിവസം ഇപ്പോൾ വ്രതമൊക്കെ എടുത്ത് കാവടിയൊക്കെ എടുക്കുന്നവർക്ക് അവർക്കറിയാം എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന്. കുറച്ച് ദിവസം മുമ്പേ അവർ വ്രതത്തിലൊക്കെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാര രീതിക്കനുസരിച്ചിട്ട് അവരത് ചെയ്യുന്നുണ്ടാകാം. അതല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ജാനുവരി 25 വ്യാഴാഴ്ച ദിവസം നമ്മൾ ശുദ്ധാഹാരത്തിലിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് നോൺ വെജൊക്കെ ഉപേക്ഷിച്ചിട്ട്. കാരണം വേലായുധ സ്വാമിയാണ് എപ്പോഴും നമ്മൾ ഷഷ്ടിവ്രതത്തിൻ്റെ സമയത്തൊക്കെ പറയുന്നതാണ്, മഹാജ്യോതിഷിയാണ്. എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ തലയിലെടുത്ത് മോശമാണെന്ന് പറഞ്ഞ് നമ്മൾ വിധിയെ പഴിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും ഒരു തിരുത്തുകൾ ഉണ്ടാക്കി തരുന്നതിനും നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതിനും ഏറ്റവും പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാനാണ് വേലായുധ സ്വാമി. കാരണം തലയിലെടുത്ത് വരെ തിരുത്താൻ കഴിയുന്നവനാണ് ഭഗവാൻ. ഇനി എന്തിനാണ് തൈപ്പൂയ ദിവസം ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂയമല്ല ഭഗവാന്റെ നാള് വിശാഖമാണ്. ഇനി തൈപ്പൂയത്തിന് എന്താണ് പ്രാധാന്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മ പാർവതീദേവി ഭഗവാന്റെ ആയുധമായ വേല് സമ്മാനിച്ച ദിവസമാണ് തൈപ്പൂയ ദിവസം. അങ്ങനെ ആ വേലുകൊണ്ടാണ് ഭഗവാൻ അസുരന്മാരെ നിഗ്രഹിച്ചത്. ശൂരപത്മൻ ഉൾപ്പെടെയുള്ള ആളുകളെ നിഗ്രഹിച്ചത് അമ്മ കൊടുത്ത ആ വേലുകൊണ്ടാണ്. ആ വേല് കൊടുത്തത് ഒരു പൂയം ദിവസമാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തെ തൈപ്പൂയമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം ശത്രുക്കളുടെ മേൽ നേടിയ ആ വിജയത്തെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പൂയം ദിവസങ്ങളെല്ലാം എല്ലാ മാസവും പൂയത്തിന് ഭഗവാനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ ഭഗവാന്റെ തിരുനാളല്ല. ഭഗവാന്റെ നാള് വിശാഖമാണ്. ജാനുവരി 25 രാവിലെ 8:16 മുതലാണ് പൂയം നക്ഷത്രം തുടങ്ങുന്നത്. പിറ്റേ ദിവസം രാവിലെ 26 10:28 അവസാനിക്കും. അതായത് 25 രാവിലെ 8:16 മുതൽ 26 രാവിലെ 10:28 വരെ. അപ്പോൾ ആ സമയമാണ് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. പൂയം തുടങ്ങുന്നത് അപ്പോഴാണ്. മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഭഗവാന് വലിയ ഇഷ്ടമാണ്. ഭഗവാന് മഞ്ഞപ്പട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ അന്നത്തെ ദിവസം മഞ്ഞ കളറിലെ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വളരെ നല്ലതാണ്. ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമെന്ന് പറയുന്നത്, ഭഗവാന്റെ ആ മൂലമന്ത്രം എന്ന് പറയുന്നത് ഓം ശരവണായ ഭവ എന്നാണ്. അപ്പോൾ ഓം ശരവണായ ഭവ എന്ന മന്ത്രം 108 തവണ നമ്മൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ഒറ്റ തവണ 108 തവണ. ഒരു തവണ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കാനിരിക്കുവാണെങ്കിൽ 108 തവണ. അത് പല തവണകളായി നമുക്ക് ജപിക്കാം. അങ്ങനെ എത്രത്തോളം തവണകൾ നമുക്ക് ജപിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം തവണകൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സ്കന്ദഷഷ്ടി കവചം അന്നത്തെ ദിവസം 16 തവണ ജപിച്ചാൽ ചൊവ്വ സംബന്ധമായ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അകലുമെന്ന് പറയുന്നു. ഇനി ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഭഗവാന് അഭിഷേകങ്ങൾ ചെയ്യാം. പലതരത്തിലുള്ള അഭിഷേകങ്ങളുണ്ട്. ആ അഭിഷേകങ്ങൾ, പാലഭിഷേകം വളരെ നല്ലതാണ്. ദോഷങ്ങളെല്ലാം മാറി ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകുന്നതിന് പാലഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദീർഘായുസ് ഉണ്ടാകും പാലഭിഷേകം ചെയ്താൽ. എല്ലാ ദോഷങ്ങളും മാറി സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം ഉണ്ടാകുന്നതിന് പാലഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നെയ്യഭിഷേകമാണ് ചെയ്യുന്നതെങ്കിൽ, സന്താനങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അവരുടെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഭഗവാന് നെയ്യഭിഷേകം ചെയ്യാം. അടുത്ത അഭിഷേകം എന്ന് പറയുന്നത് പനിനീരഭിഷേകമാണ്. നമുക്ക് കീർത്തി, അംഗീകാരം, വിദ്യാലാഭം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അവർക്ക് നല്ല വിദ്യ ഉണ്ടാകും. ജോലി സ്ഥലത്തും അല്ലെങ്കിൽ പഠിക്കുന്ന കോളേജുകളിലോ സ്കൂളുകളിലോ ഒക്കെ നല്ല അംഗീകാരം ഉണ്ടാകും, കീർത്തി ഉണ്ടാകും, തൊഴിലിടത്ത് നല്ല അംഗീകാരങ്ങളുണ്ടാകും. അതിനൊക്കെ വേണ്ടിയിട്ട് പനിനീരിൻ്റെ അഭിഷേകം ഭഗവാന് ചെയ്യാം. ഇനി എണ്ണ കൊണ്ട് നമുക്ക് ഭഗവാൻ അഭിഷേകം ചെയ്യാം. അത് പാപമോചനത്തിനും ദുരിത നിവാരണത്തിനും വേണ്ടിയിട്ടാണ് എണ്ണ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത്. ചന്ദനം കൊണ്ട് അഭിഷേകം ചെയ്യാം. സമ്പൽ സമൃദ്ധിയാണ് ഫലം. അതുപോലെ മോക്ഷപ്രാപ്തിയും ചന്ദനം കൊണ്ട് അഭിഷേകം ചെയ്താൽ കിട്ടും. ഇനി പഞ്ചാമൃതം കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യാം. അതിന് ദീർഘായുസ്സും ആരോഗ്യവുമാണ് ഫലം.
ഇനി ഇളനീര് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സത്സന്താനങ്ങൾ ഉണ്ടാകുന്നതിനും നല്ല ഒരു രാജയോഗം ഉണ്ടാകുന്നതിനും വളരെ നല്ലതാണ് ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ഇളനീരിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം കഴിഞ്ഞ നമ്മുടെ ഏകാദശി സമയത്ത്, പുത്രദ ഏകാദശി സമയത്ത് നമ്മുടെ വീഡിയോ കേട്ടിട്ടുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ് അന്നത്തെ ഏകാദശിക്ക് നമ്മൾ വെറും ജലം കുടിച്ചിരിക്കുന്നതിനേക്കാൾ ഇളനീര് കൊണ്ട് അല്ലെങ്കിൽ കരിക്കും വെള്ളം കുടിച്ച് ഇരിക്കുന്നത് വളരെ നല്ലതാണെന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇളനീര് കൊണ്ട് ഭഗവാന് അഭിഷേകം, വേലായുധ സ്വാമിക്ക് അഭിഷേകം ചെയ്താൽ സത്സന്താനങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ നമുക്ക് സന്താനങ്ങൾ ഉണ്ടെങ്കിൽ ആ സന്താനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും രാജയോഗവുമാണ് ഫലം. ഇനി ഭസ്മാഭിഷേകമുണ്ട്. ജ്ഞാനവും നന്മയുമാണ് ഭസ്മാഭിഷേകത്തിൻ്റെ ഫലമെന്ന് പറയുന്നത്. പഞ്ചഗവ്യം കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യാം. അത് പാപമുക്തിയും നമ്മുടെ ആത്മശുദ്ധിയുമാണ് അതിന് ഫലം. തേൻ കൊണ്ട് അഭിഷേകം ചെയ്യാം. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് കാര്യവിജയവും ആഗ്രഹ സഫലീകരണവുമാണ് തേൻ കൊണ്ട് അഭിഷേകം ചെയ്താൽ. മഞ്ഞൾപ്പൊടി കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യാം. ദാരിദ്ര്യമോചനമാണ് മഞ്ഞൾപ്പൊടി കൊണ്ട് അഭിഷേകം ചെയ്താൽ കിട്ടുന്നത്. ഇനി തൈര് കൊണ്ട് അഭിഷേകം ചെയ്യാം. പ്രയാസങ്ങളൊക്കെ അകന്നിട്ട് മനസ്സിന് സമാധാനം കിട്ടുന്നതാണ് തൈര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള അഭിഷേകങ്ങൾ ചെയ്യാം ഭഗവാന്. പല ക്ഷേത്രങ്ങളും നാളത്തെ ദിവസം അഭിഷേകമുണ്ട്. കാവടി എടുക്കുന്നത് കൂടാതെ നമുക്ക് അഭിഷേകത്തിന് കൊടുക്കാൻ പറ്റും പല ക്ഷേത്രങ്ങളിലും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ അഭിഷേകങ്ങൾക്ക് ഭഗവാന് കൊടുക്കാം, പ്രാർത്ഥിക്കാം. പരമാവധി സമയം ഓം ശരവണായ ഭവ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ സമ്പത്തിൻ്റെ വർധനവുണ്ടാകും, ജീവിത നിലവാരം ഉയരും, നല്ല വിവാഹം നടക്കും, സന്താനങ്ങൾ ഉണ്ടാകും, ശത്രുതകൾ മാറിക്കിട്ടും, ദാരിദ്ര്യം ഇല്ലാതാകും, രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ദിവസം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വേലായുധ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നാളത്തെ ദിവസം ഒഴിവാക്കാതിരിക്കുക. അതായത് ജാനുവരി 25-ാം തീയതി വ്യാഴാഴ്ച ദിവസം, തൈപ്പൂയ ദിവസം ഒഴിവാക്കാതിരിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അമ്മ പാർവതി ദേവി ഭഗവാന് വേൽ സമ്മാനിച്ച ദിവസമാണ്. ആ വേലുകൊണ്ടാണ് ഭഗവാൻ ശത്രുക്കളെ നിഗ്രഹണം ചെയ്തത്. തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയമാണ് തൈപ്പൂയമായിട്ട് ആഘോഷിക്കുന്നത്. ചൊവ്വാ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർ സ്കന്ദഷഷ്ടി കവചം 16 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഭഗവാന് മഞ്ഞപ്പട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നാരങ്ങാമാല ഭഗവാനെ സമർപ്പിക്കാം. അതുപോലെ നമ്മൾ നാളത്തെ ദിവസം മഞ്ഞ ഡ്രസ്സ് ഇടുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ശുദ്ധാഹാരത്തിലിരിക്കുക, പരമാവധി സമയം പ്രാർത്ഥിക്കുക, ഭഗവാന് അവനവൻ്റെ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. ഇത്രയും വഴിപാടുകളൊക്കെ ഉണ്ട്. പിന്നെ യഥാശക്തി നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഉള്ള വഴിപാടുകൾ നമുക്ക് ചെയ്യാം. അതൊന്നും ചെയ്തില്ലെങ്കിലും ഒരു പൂവെങ്കിലും ഭഗവാനിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്. ക്ഷേത്രത്തിൽ പോകാൻ പോലും ചിലപ്പം ചിലർക്കൊന്നും സാധിച്ചെന്ന് വരത്തില്ല. ജോലിക്കൊക്കെ പോകുന്നവരാണ്. അപ്പോൾ അടുത്ത് മുരുകക്ഷേത്രങ്ങളൊന്നും കാണില്ല. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നും വേണ്ട, രാവിലെ വിളക്ക് കത്തിച്ച്, ചിലപ്പം ഭഗവാന്റെ ഫോട്ടോ പോലും കാണണമെന്നില്ല, പക്ഷേ ഭഗവാനെ മനസ്സിൽ ആലോചിച്ച് ആ വിളക്ക് ഭഗവാനാണെന്ന് ചിന്തിച്ച് ഭഗവാനെ വിളക്ക് കത്തിച്ച് പരമാവധി സമയം പ്രാർത്ഥിക്കുക. എത്ര സമയം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും സമയം പ്രാർത്ഥിക്കുക. പകൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ വേലായുധ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ശുദ്ധാഹാരത്തിലിരിക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ.